ഇന്ന് വീട്ടിൽ ചെയ്യേണ്ട കുടുംബം ചെയ്യേണ്ട അവസാനത്തെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്ത് തന്നെ മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും പോലീസും സർക്കാർ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു. അത്ര മാത്രം ചടങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുശേഷം ഇവിടുന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. അവിടെ നാഷണൽ പബ്ലിക് സ്കൂളിൽ കുറച്ച് സമയം പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ചേന്ദമംഗലത്തെ തറവാട്ട് വളപ്പിലേക്ക് എത്തിക്കും. അവിടെ കുറച്ച് സമയം അവിടെയും പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 1:30 സംസ്കാരത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ജയലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നലെയൊക്കെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് ധാരാളം പേര് വരുന്നുണ്ട്. അതിനുശേഷം സെലിബ്രേറ്റ് അല്ലാത്ത ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ധാരാളം പേര് വരുമ്പോൾ തന്നെ ചില ഒറ്റപ്പെട്ട ആളുകൾ അവിടെ വന്നിരുന്ന് കുടുംബവുമായി അല്പനേരം സംസാരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ പാവപ്പെട്ട ആളുകൾ ആയിരുന്നു. അവർ വന്ന് ജയന്തനുമായുള്ള ബന്ധങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എത്രത്തോളം ഓരോ വീട് വയ്ക്കുമ്പോഴും കുഞ്ഞുണ്ടാകുമ്പോഴും പിറന്നാളിനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ചെല്ലുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്ന പി ജയചന്ദ്രൻ എന്ന ഗായകൻ അപ്പുറത്തേക്കുള്ളൊരു മനുഷ്യനെക്കുറിച്ച് പറയുന്ന ഒരുപാട് പേര് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഫ്രീസറിൽ മൃതദേഹം വീടിൽ നിന്ന് അകത്തുനിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള തുടങ്ങിക്കഴിഞ്ഞു. മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ പുറത്തു കൊണ്ടുവന്ന് അപ്പം ഈ മുറ്റത്ത് അല്പസമയം വെച്ച് അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ ഉണ്ടാകും. മന്ത്രി കെ രാജനുണ്ട്, തൃശ്ശൂർ ജില്ലാ കളക്ടറുണ്ട്, അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളുള്ള ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. ആ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം ആംബുലൻസിലേക്ക് എത്തി ആംബുലൻസ് എല്ലാം തന്നെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ചടങ്ങുകൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ അവസാനമായിട്ട് ഏറെ കാലം ഏതാണ്ട് 14 വർഷത്തോളമായി ഇവിടെ തൃശ്ശൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഇത് ഭാര്യാഗ്രഹമാണ്. ഭാര്യയുടെ വീട്ടിലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അവസാന നാളുകളിൽ അദ്ദേഹം കഴിഞ്ഞത് മകളുടെ ഫ്ലാറ്റിൽ മകളുടെ കൂടെയായിരുന്നു. അവിടെ അത്ര സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ തറവാട്ടിലേക്ക് തന്നെ പൊതുദർശനം മറ്റു കാര്യങ്ങൾക്കായിട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ അവസാനമായിട്ട് ആ വീട്ടിൽ നിന്നും അദ്ദേഹം അന്ത്യയാത്ര എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന രീതിയിൽ അന്ത്യയാത്ര ഇവിടെ നിന്ന് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ഔദ്യോഗിക ബഹുമതികൾ നൽകാനുള്ള ഗാർഡ് ഓഫ് ഓണർ നൽകാനുള്ള ഒരു ചടങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇനിയിപ്പോൾ അധികം പേര് വരില്ല. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇപ്പോൾ മൃതദേഹം വീട്ടിന് പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഗാർഡ് ഓഫ് ഓണറാണ് നൽകുന്നത്. ഔദ്യോഗിക ബഹുമതി അത് കഴിഞ്ഞാൽ ആംബുലൻസിലേക്ക് എത്തും. പിന്നെ ആംബുലൻസ് ഇവിടെ നിന്നും ഇരിങ്ങാലക്കുടയിലേക്കാണ് പോവുക. ഭാര്യയും മകനും മകളും അവസാന യാത്ര നൽകാൻ വേണ്ടി വീട്ടിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. വീട്ടിനകത്തുള്ള ചടങ്ങുകളെല്ലാം തന്നെ മതപരമായ ചടങ്ങുകൾ ഇവിടെ ചെയ്യേണ്ട കുടുംബത്തിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണറാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റും. ഇപ്പോഴും രാവിലെയും കുറച്ച് പേര് കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സാധാരണ ജനങ്ങൾ കൂടെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം പറയാനുള്ളത് അദ്ദേഹത്തെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഇതുവരെ അദ്ദേഹത്തെ ഇവിടെ വീട്ടിന് മുന്നിൽ റോഡിൽ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം കാണുമ്പോൾ ചിരിക്കും. പക്ഷേ സംസാരിക്കാൻ ഒരു ഭയമായിരുന്നു എന്നാണ് അവർ പലരും പറഞ്ഞത്. ചിലർക്കെല്ലാം ആത്മബന്ധം ഉണ്ടായിരുന്നു. അവരുടെ വീട്ടുകാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മാവനെ പോലെ മുതിർന്ന കാരണവരെ പോലെയൊക്കെ ആയിരുന്നു ജയേട്ടൻ ജയങ്കൾ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ചടങ്ങിലേക്കാണ് അവിടേക്ക് പോകും. മന്ത്രി കെ രാജൻ അതുപോലെ തന്നെ ജില്ലാ കളക്ടറെല്ലാം തന്നെ ഉണ്ട്. ഇപ്പോൾ ഔദ്യോഗിക ബഹുമതി കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കണം. സമയത്ത് മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റി കഴിഞ്ഞു. ഇനി ഇരിങ്ങാലക്കുട പബ്ലിക് സ്കൂൾ നാഷണൽ പബ്ലിക് സ്കൂളിലേക്കാണ് കൊണ്ടുപോകും. അദ്ദേഹം പഠിച്ച സ്കൂളിൽ കുറച്ച് സമയം പൊതുദർശനം വെച്ചു. ഇപ്പോൾ മന്ത്രി കെ രാജന് പുറമെ തൃശ്ശൂർക്കാരിയായ ഇരിങ്ങാലക്കുടക്കാരിയായ മന്ത്രി ആർ ബിന്ദു കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലെയും മന്ത്രി ബിന്ദു ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ കൂടെ അവരെത്തിയിട്ടുണ്ട്. അവരുടെ നാട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരും കൂടെ ഈ മൃതദേഹത്തെ അനുഗമിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആംബുലൻസ് മൃതദേഹം കയറ്റി കഴിഞ്ഞു. ഇനി അടുത്ത ബന്ധുക്കൾ കൂടെ മകൻ ആംബുലൻസിൽ കയറി കഴിഞ്ഞു. ഇനി വേറെ കുറച്ച് ബന്ധുക്കൾ കൂടെ കഴിഞ്ഞാൽ ഉടൻ തന്നെ മൃതദേഹം അങ്ങോട്ട് പോകും. നമ്മളുടെ പ്രതിനിധി ശ്യാമപ്രസാദ് ഉത്തമൻ ഇരിങ്ങാലക്കുടയിലേക്കും പോകുന്നുണ്ട്. അവിടുന്ന് ചേന്ദമംഗലം വരെയും ഈ മൃതദേഹത്തോടൊപ്പം തന്നെ അനുഗമിക്കുന്നതാണ്. ഇപ്പോൾ അല്പസമയത്ത് തന്നെ ആംബുലൻസ് ഇവിടെ നിന്ന് പോകും. തൃശ്ശൂർ നഗരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൂങ്കുന്നത്തെ തറവാട് അദ്ദേഹത്തിന് അക്ഷരാർത്ഥത്തിലുള്ള അന്ത്യയാത്ര നൽകി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് വാഹനം പുറപ്പെടേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഔദ്യോഗിക മറ്റേ ചടങ്ങുകളെല്ലാം തന്നെ ഗാർഡ് ഓഫ് ഓണറിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആംബുലൻസ് പുറപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. മന്ത്രിമാരായ കെ രാജനും അതുപോലെ തന്നെ ആർ ബിന്ദുവും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ രണ്ടുപേരുമാണ് ഇവിടെ നിന്നുള്ള
കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ഇനിയിപ്പോൾ ഇരിങ്ങാലക്കുട അദ്ദേഹം പഠിച്ച നാഷണൽ പബ്ലിക് സ്കൂളിലേക്കാണ് കൊണ്ടുപോകുക. അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂർ നേരം പൊതുദർശനം ഉണ്ടാകും. സ്കൂൾ അധികൃതർ അങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ബന്ധുക്കളുടെ ഒരു പരിധിയിൽ ഇങ്ങനെയൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകണമെന്നൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. പക്ഷേ സ്കൂൾ അധികൃതരുടെ ആഗ്രഹം സബലീകരിക്കണമെന്നായിരുന്നു പിന്നീട് കുടുംബം തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇപ്പോൾ രാവിലെ ഇരിങ്ങാലക്കുടയിൽ കൂടെ ഇന്ന് സ്കൂൾ അവധിയാണ് എങ്കിലും അവിടെ ആ സ്കൂളിൽ ഒരു കുറച്ച് സമയമെങ്കിലും അദ്ദേഹത്തെ അവിടെ എത്തിക്കണം എന്നൊരാഗ്രഹം അവർ സ്കൂൾ അധികൃതർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സ്കൂളിലേക്കാണ് കൊണ്ടുപോകുക. അതിനുശേഷം ചേന്ദമംഗലം ഒരു 3/4 മണിക്കൂർ മതിയാകും. ചേന്ദമംഗലത്തേക്ക് പറവൂരിനടുത്തുള്ള ചേന്ദമംഗലത്തെ പാലിയത്തെ തറവാട്ടിലേക്ക് എത്തിക്കും. അവിടുന്ന് 1 മണി കൂടെ അവിടെയും കുറച്ച് സമയം പൊതുദർശനം ഉണ്ടാകും. 1 മണിയോടുകൂടെ സംസ്കാരത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, സഹോദരി, ഭർത്താവായ അച്യുതൻ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹമാണ് ഇവിടുത്തെ കുടുംബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹം ഈ മൃതദേഹത്തോടൊപ്പം തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെടും. ജയലക്ഷ്മി.